മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിനയ വിസ്മയങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളില്ല. ഈ രണ്ട് കാലഘട്ടങ്ങളിലും മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് രസിപ്പിച്ച അഭിനേതാവ് കുതിരവട്ടം പപ്പു ചേട്ടന്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു തുടരുന്നു. ഈ രാജചേട്ടന് ഇതിനിടയിൽ എന്നോട് ഇത് പറഞ്ഞില്ലേ, നിങ്ങള് ആരുടെ ഒരു ആക്ട്രസിന്റെ ഫുഡ് എടുത്ത ഒരാൾ കഴിക്കാൻ വന്നിട്ട് രക്ഷപ്പെട്ടെന്നുള്ളത് മഴ പെയ്യുന്ന മദ്ദളം. അതെന്തായിരുന്നു? പ്രിയദർശന്റെ മഴ പെയ്യുന്ന മദ്ദളം കൊണ്ടെന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് താര ഹോട്ടലിലാണ്, സുലൈമാന്റെ ഹോട്ടലാണ്. അതാണ് പിൽക്കാലത്ത് ഇപ്പൊ SCT ഹോസ്പിറ്റലായി മാറിയത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ 90% നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി, വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ പേര് നടി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ലോക്കൽ 2 ഗുണ്ടകൾ എങ്ങനെയോ ഇതിനകത്ത് കയറിയിട്ട് ലിസിയുടെ ഇതിന്റെ സുഖമാണോ, എന്തൊക്കെയുണ്ട് വിഷയം, ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ, സിനിമാക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം നിന്ന് ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസ് അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച്, എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തലയോടുകയും ചെയ്തു. ലിസി കിടന്ന് വിളിച്ച്, അപ്പോഴത്തേക്ക് അവിടുത്തെ മേക്കപ്പ് മാനോ അവരെല്ലാം ഓടി വന്ന് രോമാരെ ശരിക്കും അടി കൊടുത്തല്ല, അടി കൊടുക്കേണ്ട സിറ്റുവേഷൻ, അടി കൊടുത്ത് പോയി. പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു 9 മണിക്കാണ്. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും ഒരു സംഘം വരുന്നുണ്ട്, ഒരു 10-20 പേരുണ്ട് ഇങ്ങോട്ട്. നമ്മളെല്ലാം പേടിച്ചു. ഇവന്മാരുടെ കൂട്ടുകാർ ഇവന്മാർ അടിച്ചതിന്റെ പ്രതിഷേധം ഒരു തന്നെ കയ്യൊക്കെ ഒടിഞ്ഞു തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പു പൊട്ടനുണ്ട്. ചില സമയത്ത് ചിലർക്ക് ഐഡിയകളല്ലോ, നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡമ്മി ഗദ, വാള്, പരിച, കുന്തമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. മഴ പെയ്യുന്നു മറ്റേ വാൾപേറ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടി താര ഹോട്ടലിൽ റൂമിൽ കിടക്കായിരുന്നു. പപ്പൂട്ടൻ പറഞ്ഞു എല്ലാവരും ഓരോന്ന് എടുക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാള്, കുന്തും അതൊക്കെ എടുത്തോണ്ട് യോമാരെടുത്തോണ്ട് അലറി വിളിച്ചോണ്ട് ഓടി വരികയാണ്. യോമാരെല്ലാം കൂടെ പേടിച്ചു ഓടി പുറത്തുപോയി. പിന്നെയാണ് പോലീസൊക്കെ വരുന്നത്. അപ്പം പപ്പുവട്ടൻ അന്ന് ആ ഒരു ഐഡിയ ഒന്നില്ലെങ്കിൽ അവന്മാരെല്ലാം നമ്മളെല്ലാം ഇടിച്ച് റൊട്ടിയാക്കിയായിരുന്നു സംഭവം. അങ്ങനെ നമ്മളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പപ്പുവട്ടൻ. അല്ല, ഈ നേരത്തെ പറഞ്ഞ ഈ മാളാച്ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലും ഈ താര ഹോട്ടലാണ്. അവിടെയാണ് സിന്ദൂരത്തിന്റെ വർക്ക് നടന്നിരുന്നത്. ഇവരെല്ലാരും താമസിച്ചിരുന്ന അവിടെയാണ്. രണ്ടാമത് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചത് രാജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ, പിന്നീട് അവർ ഒരുപാടുണ്ട്. ആ കാലഘട്ടത്തിൽ അസ്രാണി എന്ന് പറയുന്ന ഹിന്ദി നടൻ, നമ്മുടെ ഷോലയിലൊക്കെ പോലീസ് അഭിനയിച്ച കാംചോർ എന്ന് പറയുന്ന സിനിമ, അതായത് ഒരു കെ വിശ്വനാഥ് സാർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഒരു ഗുരുതുല്യൻ, നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള വിശ്വനാഥ് സാറിൻ്റെ ഒരു സിനിമയാണ് ഞങ്ങൾ 2 പേര് റീമേക്ക് ചെയ്തു. ഒന്ന് ഞാൻ മലയാളത്തിലും, നമ്മുടെ രാകേഷ് റോഷൻ അത് ഹിന്ദിയിൽ കാംചോർ എന്ന് റീമേക്ക് ചെയ്തു. ഹിന്ദിയിൽ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചത്. അതിൽ രാകേഷ് റോഷൻ തന്നെയാണ് ജയപ്രദ അഭിനയിച്ചു. അതിനകത്ത് അസ്രാനി അഭിനയിച്ച വേഷം രാജു ചെയ്തു. മാത്രമല്ല, രാജുവിനെ കുറിച്ച് ഞാനൊരു പാട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മണിയമ്പിള്ള എന്ന് പറഞ്ഞു. ഈ ഇപ്പൊ പാട്ടിനെ പറ്റി പറയുമ്പം ഈ പപ്പുവേട്ടന്റെ ഒരു കരിയർ ഞാമല്ല, പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ ഒറ്റ എന്നിട്ട് അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ റെയറാണ്. നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതമുള്ളത്, തളിരിട്ട് കിനാക്കൾ എന്നോ മറ്റോ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് കിടപ്പുണ്ട്, ഒരു മലയാളം പടം. ഇത് ആരുടാന്ന് പറഞ്ഞ് നോക്കി കഴിയുമ്പം ഞാനാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ, എന്റെ ഏട്ടനാണ് അതിന്റെ ഡയറക്ടർ. ഞാൻ പോവാ. പി ഗോപികുമാർ ഡയറക്ടർ, അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനാണ്. അതെങ്ങനെയാണ്? എനിക്ക് അതൊന്നും അതിന്റെ ഒരു കഥ, എങ്ങനെയാണ് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ വന്നിരിക്കുന്നത്? അല്ല, മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷ്യാം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ബോംബെയിലാണ് ഉണ്ടായിരുന്നത്. ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണം. കൊച്ചിയിലുള്ള കുറേ സംഗീതമായിട്ട് ബന്ധമുള്ള കുറേ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്കും റാഫി പാടുന്നു എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാം അനൗൺസ് ചെയ്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി. അപ്പോൾ റാഫി, ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ പാട്ട് എടുത്തിട്ട് അതിന് പകരം ഈ സിനിമയിൽ അത് ഇതിനൊരു കാര്യമുണ്ട്. ഇത് എന്താ കാര്യം എന്നറിയാമോ? ഈ പാട്ട് ഞാൻ കേട്ടു. ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു, നമ്മളിപ്പോ ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാമല്ലോ. ഓൾറെഡി ഇറങ്ങിയ ഒരു പടത്തിന്റെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്തതായിരിക്കും. കാരണം ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല. അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വയലിനും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആലോചിച്ചു, പപ്പുച്ചേട്ടൻ ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറൈറ്റ് എടുത്തതായിരിക്കും ഓർത്ത് ഞാൻ ഈ പാട്ടിന്റെ ഹിന്ദി തപ്പിയപ്പോ ഹിന്ദി പടങ്ങളിലില്ല. ആ പാട്ട് തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ. തളിരിട്ട് കിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടുണ്ട്. അതിൽ കുതിരവട്ടം പപ്പുച്ചേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്.
അത് ഓൾറെഡി അവിടെ ഏതോ ഹിന്ദി പടത്തിന് വേണ്ടി ചെയ്തൊരു പാട്ട് അതുപോലെ മേടിച്ചതാണല്ലേ? അതെ അതെ. ഈ ജിതിൻ ശ്യാമിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിസ എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ ആദ്യമായിട്ട് കോമഡി അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്, വിസ എന്നുള്ള സിനിമയിൽ. കാച്ചിൽ വിളയിൽ ഔസേപ്പുലോനാൻ സണ്ണിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തത് നമ്മുടെ ജിതിൻ ശ്യാമാണ്. ഈ ജിതിൻ ശ്യാമും പപ്പുവേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട്. ജിതിൻ ശ്യാം മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഈ മാളാച്ചേട്ടനും പപ്പുവേട്ടനും ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര മ്യൂസിക്കാണ് രാത്രി. പപ്പുവേട്ടൻ മാളച്ചേട്ടൻ തബല വായിക്കും. ഇവര് കമ്പോസിംഗ് അല്ല, ഇങ്ങനെ ഹിന്ദി ഗസൽസ് ഇങ്ങനെ പാടി അതെല്ലാം ആസ്വദിച്ചോണ്ടിരിക്കുന്ന സംഗതി ഒഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നൊരു പാട്ടൊക്കെ അത് എന്റെ പടത്തിലാണ്, വിസയിലുള്ള. അത് അതിനകത്ത് നല്ല താലി പീലി കാട്ടിലാടും ഒരു കായാമ്പു കൊട്ടാരം. അതെ, അത് നമ്മുടെ ശാന്തികൃഷ്ണൻ ശ്രീനാഥും ആണ് അതിനകത്ത് ഹീറോയിൻ അവരായിരുന്നു മെയിൻ സെൻട്രൽ ക്യാരക്ടർ. പക്ഷെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ബഹദൂർക്കുണ്ട്. അതിനകത്താണ് ജഗദീഷ് ശ്രീകുമാർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നു. അതിന് പകരം വന്നതാണ് നമ്മുടെ ബഹദൂർക്ക് ആ ക്യാരക്ടർ. ഈ അവസ്ഥ ഒരാൾക്ക് ഒരു വിസ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് വന്ന സത്യനന്ദക്കാട്, പ്രിയദർശൻ, ഒരുപാട് സിനിമകളിൽ പപ്പുചേട്ടനെ മികച്ച സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ആ പടങ്ങളുടെ ഒക്കെ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരാളാണ്, നിർമ്മാതാവാണ്, കൺട്രോളറാണ്. ഒരു സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കുതിരോട്ടം പപ്പു എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാർ. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ വളരെ സന്തോഷം അദ്ദേഹം ഇങ്ങനെ വന്നത്. അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ നമ്മൾ സുരേഷ് കുമാറിൻ്റെ എല്ലാ പടങ്ങളുടെയും ഫുൾ ചാർജ് പുള്ളിക്കാണ്. പുള്ളിയെക്കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പടത്തിൻ്റെ പേര് പറഞ്ഞാൽ മമ്മൂട്ടിയുള്ള ഒരു പടമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഊട്ടി നടക്കുന്നുണ്ട്. ഊട്ടി നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ എരുമകൾ വേണം. എരുമകളെ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ജോണി വാക്കർ ആ സിനിമയിൽ എരുമകളെ കൊണ്ടുവന്നപ്പം പയ്യനാണ്. ഈ എരുമയെ കൊണ്ടുവന്ന പയ്യൻ ആ ചെളിയിൽ വീണ് മരിച്ചു ചെയ്തു. അപ്പോൾ ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല, ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മരിച്ചവൻ്റെ ബോഡി കിട്ടണമെന്നാണ്. ഉടനെ അപ്പി രംഗത്തോട്ടാണ്. ഒരു കാര്യം പറയാം, 1 മണിക്കൂറിനകം എൻ്റെ ശവം എനിക്കിവിടെ കിട്ടണം. 1 മണിക്കൂറിനകം എനിക്ക് എൻ്റെ ശവം ഇവിടെ കിട്ടണം, അല്ലാതെ ഇവിടെ ഷൂട്ടിംഗ് നടക്കില്ല, എല്ലാം ഇറങ്ങിയെടുക്കാം നോക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇയാൾ ജീവിച്ചിരിക്കും ഇങ്ങനെ പറയുന്ന ഡയലോഗ്. അങ്ങനെ അപ്പിയെ കുറിച്ച് അങ്ങനെ അറിയാം. അപ്പി രാധാകൃഷ്ണൻ. അല്ല, ഞാനത് ആമുഖത്തിൽ പറയാതിരുന്നതാണ്. അത് പക്ഷെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ അറിയാം. ഇൻഡസ്ട്രി രാധാകൃഷ്ണൻ എന്നുള്ള പേരിന്റെ സിനിമയിൽ ഒരുപാട് പേരുണ്ട്, ഡയറക്ടറോട്ട് എല്ലാം പാടുന്നു. പക്ഷേ അത് ഒരു വാത്സല്യത്തോടെയുള്ള വിളിയാണ് കേട്ടോ. അത് അല്ലാതെ പറയുന്നതല്ല. സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അപ്പി രാധാകൃഷ്ണൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അദ്ദേഹം നിർമ്മാതാവ്, പ്രൊഡക്ഷൻ, എല്ലാ സിനിമയുടെ ഏത് മേഖലകളിൽ നോക്കിയാലുള്ള ഒരാളാണ്. ഇനി എത്രയോ വർഷമായിട്ട് ഞാനിവിടെ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും. പപ്പുവേട്ടന് അതിന് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ഞാൻ പൂച്ചക്കരി മൂക്കുത്തിയ സമയത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു 82-83 കണ്ടല്ലേ. അന്നേരം പപ്പുവേട്ടൻ വന്നു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മൾ എത്രയോ നാളായിട്ട് പപ്പുവേട്ടനെ സിനിമയിലൊക്കെ കണ്ടിട്ടാണ് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം പപ്പുവേട്ടനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാണ്. കാരണം ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു ഞാനും പപ്പുവേട്ടനായിട്ട്. ഷൂട്ടിംഗ് സമയത്ത് ഞാനും പപ്പുവേട്ടൻ്റെ ഒരു 6-7 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ്റെ തന്നെ കണ്ടിന്യൂസ്, അതായത് പൂച്ചക്കരി മൂക്കുത്തി, ഓർഡർ തമ്മാവ്, അയൽവാസി, അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ മഴവിൽ വന്നതോട് എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. പ്രിയൻ്റെ എല്ലാ സെറ്റിലും ഞാനുണ്ടാവും. അപ്പം പപ്പുവേട്ടനും അതുപോലെ വളരെ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു. പപ്പുവേട്ടൻ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളടുത്തൊക്കെ പപ്പുവേട്ടൻ പിണങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽ ആരോടും ഭയങ്കര സൗഹൃദമാണ് പപ്പുവേട്ടൻ എപ്പോഴും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ തന്നെ പപ്പുവേട്ടൻ നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക കൂടെ ഇല്ല. വളരെ സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പപ്പുവേട്ടൻ. വളരെ അതിനൊരു സംഭവമാണ്. ഒരു വർഷം ഒരു ഷൂട്ടിംഗ്, എനിക്ക് തോന്നുന്നു അയൽവാസിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഷൂട്ടിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട്, എടാ ഞാൻ ഉച്ചയാവും വരാൻ, എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ എന്ത് അപ്പോഴാണ് എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഉച്ച വരെ എനിക്കൊന്ന് എങ്ങനെയാണ് നീ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ നടക്കില്ല, ഫുൾ കോമ്പിനേഷനാണ്, രാവിലെ പ്രിയനാണ്, പ്രശ്നമാവും. അല്ല നീ എനിക്ക് എന്താണെന്ന് അറിയാമോ, പുള്ളി ആറ്റിങ്ങിലൊരു ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട്, അതിന് പോകണം. ഞാൻ
എന്നെ ഞാൻ പോയേ പറ്റൂ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഞാൻ എന്തും പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നു പപ്പോട്ടം, ഞാൻ എന്ത് ചെയ്യും പപ്പടം പറഞ്ഞ് ഞാൻ എനിക്കറിഞ്ഞൂടെ നീ എന്ത് ചെയ്യുന്നു. ഞാൻ അവസാനം പ്രിയൻ തെറ്റിപ്പോയി പ്രിയൻ്റെ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് എങ്ങനെ അറിയില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ ഗുലുമാല കാണിച്ചു. 12 മണിക്ക് പുള്ളി എത്തി. പുള്ളിക്ക് ആകപ്പാടെ സങ്കടവും ദേഷ്യം വരുന്ന ഒരു സമയം എപ്പോഴെന്ന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീട്ട് കളിക്കും, പൈസ വെച്ച് ചീട്ട് കളിക്കും. ചീട്ട് കളി തോറ്റാ സങ്കടം വരും. എന്നിട്ട് ഇത് കള്ളക്കളിയാണെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയിട്ട് ചീട്ടെടുത്ത് എറിഞ്ഞിട്ട് പോകും പൈസ തരാൻ. അങ്ങനെയൊക്കെ ചില കുരുട്ട് അതെ. പുള്ളി എത്തിയിട്ട് പുള്ളി ഒറ്റ അടി അടിച്ചു. മനുഷ്യൻ രാവിലെ റെഡിയാവണ്ടേ, റൂമിൽ വെള്ളമില്ലായിരുന്നു. 12 മണി വെള്ളം വന്നപ്പോ അപ്പൊ ഞാൻ മിണ്ടുന്നില്ല, പ്രിയനെ മിണ്ടിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല. അപ്പം അമ്പിളിച്ചേട്ടൻ ചേട്ടൻ അടുത്ത് നിന്ന് ബാക്കി ഒരുപാട് പേര് തൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ രാവിലെ റെഡിയാക്കി പോകുന്നല്ലോ, എനിക്ക് മാത്രം എന്ത് വെള്ളം കിട്ടത്ത്. പപ്പുവേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ല ശരി, അങ്ങനെ അടുത്ത് വന്ന അങ്ങനെ മുഖത്തൊക്കെ ആർക്കും വഴക്ക് പറയാൻ തോന്നുന്നില്ല. അല്ല, പപ്പേട്ടൻ ഒരിക്കലും ഒരു നമ്മുടെ സിനിമാക്കാരുടെ രീതിയല്ല, ഒരു നാടനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുമ്പോൾ നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയും. ഒരിക്കലും പപ്പട്ടം ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അല്ല, ഈ സിമ്പിളായിട്ട് കാര്യം പറയുന്നതേ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പൊ നിങ്ങളുടെ ഓട്ടോ എന്ന് പറയുന്ന പടത്തില് ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നു വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടുമല്ലോ, ഒരു കെട്ട് പൈസ കിട്ടുമല്ലോ, ഒരാളുടെ കല്യാണത്തിന്റെ പൈസ, അശോകൻ ചേട്ടന്റെ കല്യാണത്തിന്റെ പൈസ കിട്ടും. അപ്പൊ ഈ പൈസ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടതും വലത്തിരുന്നിട്ട് ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പം പുള്ളി പടച്ചോൻ തന്നതാന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട്. ഞാൻ രാവിലെ ഇരിക്കുമ്പോ പടച്ചോനും ഭാര്യയും പിള്ളേരും ഇവരൊരു 6-8 അടി പൊക്കം ഇവര് വന്നിരുന്നിട്ട് ഇവര് 3 പേരും കൂടെ എന്റെ തന്നിട്ട് ഈ പൈസ തന്നിട്ട് പോയി എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ അപ്പ തന്നെ പുറത്ത് കെട്ടി അഭിനന്ദിച്ചു. പുള്ളി അടിക്കുന്ന പുറത്തല്ല തന്നെ ആണെന്ന് സംശയമുണ്ട് എനിക്ക്. അങ്ങനെ ഈ ചില സാധനങ്ങൾ കൺവിൻസിങ് മോഹൻലാൽ അതിലൊരു ജുബ്ബ ഇട്ടോണ്ടിരുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ നെയ്യിൽ പൊരിച്ച കുപ്പായം, പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിനകത്ത് നുണയാന്ന് കേട്ടാൽ മനസ്സിലാവുന്ന നുണ ഭയങ്കര സത്യസന്ധമായിട്ട് പറഞ്ഞു കളയുന്ന ഒരാളാണ്. ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ പടത്തിലോ മറ്റേ ഈ താമരശ്ശേരി ചുരത്തിന്റെ ഒരു വകഭേദമുണ്ട്. ആക്ടർ വിനീത് പോയിട്ട് അടിച്ചിട്ട് പുള്ളിക്ക് ചേട്ടൻ ഇവിടെ വന്നിരിക്കുവാണോ, ആള് മാറിപ്പോയി, പിന്നെ അടിക്കും ചേട്ടനെ, ഞാൻ ചേട്ടനാന്ന് ഓർത്ത് വേറൊരാളെ അടിച്ചു എന്ന് പറയുന്ന സീനിലൊക്കെ. ഇതിനിടയിൽ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്ത രണ്ടാമത്തെ സിനിമ 1977 ജലതരംഗം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതില് അടൂർബാസിയും പപ്പോട്ടനും കൂടി ഒരു പാട്ട് പാടുന്നുണ്ട്. രണ്ടുപേരും കൂടി തന്നെ റെക്കോർഡ് ചെയ്തും അവർ അതേ വോയിസ് തന്നെ സിനിമയിലുള്ളത്. ആ പാട്ട് ഹിറ്റാവുന്നു. അന്ന് ഒരു വട്ടിയിലെ എത്ര മത്തിയൊന്ന് കാക്ക കൊത്തി പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പപ്പോട്ടനാണ് പാടുന്നത്. ആ പാട്ട് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ്. ഇപ്പം അതിൻ്റെ ഒന്നും കോപ്പിയൊന്നും കിട്ടാനില്ല. ബട്ട് അന്ന് അത് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പപ്പോട്ടൻ ഒരിക്കലും ടേക്കിൽ ചെയ്യുന്നത് റിഹേഴ്സലിൽ ചെയ്യില്ല പറഞ്ഞാൽ അവിടെയാണ് അന്ന് ബാസ്ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ആ പടത്തിൽ കാരണം വെച്ചാൽ പിന്നീട് ആ ക്യാരക്ടർ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമ ശ്രീനിവാസൻ ചെയ്ത് കണ്ടു. ആ ക്യാരക്ടർ എന്ന ഒരു പട്ടാളക്കാരൻ, പഴയ യുദ്ധത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു പട്ടാളക്കാരനാണ് അടൂർബാസി. അപ്പോൾ ഇൻ്റർവെല്ലിൽ വരെ മധുസാറും ഷീലാമ്മയും അടൂർബാസി, അച്ഛൻ അടൂർബാസി, മകള് ഷീല, ഭർത്താവ് മധു. അപ്പോൾ അതിൽ വന്നിട്ട് ഇയാൾ വഴി കൂടെ പോണവരെ മുഴുവൻ തടുത്തു നിർത്തി പട്ടാള കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർ ഇദ്ദേഹം ആ പടിപ്പുറയിലിരിക്കുന്നുണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ മാറിപ്പോകുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ അതിൽ അവസാനം വീട്ടിലുള്ള വേലക്കാരൻ പപ്പുവാണ്. പപ്പുവിനാണ് ശിക്ഷ ഡെയിലി പട്ടാള കഥ കേൾക്കാൻ. കഥ കേട്ട് മതിയാവും. അവസാനം ഒന്നും കിട്ടാകുമ്പോൾ പിന്നെ ഒരു പാട്ട് പാടാൻ പറയാണ്. അങ്ങനെ പപ്പു പാട്ട് പാടുന്ന സ്വന്തം ശബ്ദത്തിൽ തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പാടുകയൊക്കെ ചെയ്തു. അതിൽ പിന്നെയുള്ള സെക്കൻഡ് ഹാഫിൽ പപ്പു മനോഹരമായിട്ട് അഭിനയിച്ചെന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഹാഫിൽ ഈ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് അറിഞ്ഞ ശേഷം അടൂർബാസി ഒരിക്കലും പിന്നെ വായ തുറക്കുന്നില്ല. ഇൻ്റർവെല്ലിന് ശേഷം അവസാനം വരെ പടം. അപ്പോൾ ബാസിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പപ്പോട്ടം പറയും, എന്തെങ്കിലും പറയൂ, ഞാൻ ആ പഴയ യുദ്ധത്തിൻ്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ കരഞ്ഞു. അത്ര വളരെ നാച്ചുറലായിട്ടാണ് പപ്പോട്ടനയിൽ അഭിനയിക്കേണ്ടത്. ഈ പ്രിയൻ സാറിന്റെ ലൊക്കേഷനിലൊക്കെ നിങ്ങളിപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ലൊക്കേഷനിലൊക്കെ ഇവരുടെ ഒരു സ്ക്രിപ്റ്റിലുള്ളതും കൈന്നിടലുമായിട്ടുള്ള എൻ്റെ അളവ് എന്തുമാത്രം ഉണ്ട്? കാരണം എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ചക്കൊരു മുക്കുത്തിയില ഇറങ്ങി ഓടുന്ന സീനൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സീനായിട്ട് ഒത്തിരി കൈന്നിടും, ഇഷ്ടം പോലെ. ഉടനെ പിന്നെ ഈ പറഞ്ഞതൊക്കെ അഴിച്ചുവിട്ട കൺട്രോളില്ല, അങ്ങ് പോയേക്കും. അത് എന്ത് വന്നു. അതുകൊണ്ട് പ്രിയനൊക്കെ എപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറിന് കൂടെ ഓടിക്കണം പറയും, എഴുതി എടുത്തോളാൻ പറയും. അന്ന് ഈ പൈലറ്റ് ട്രാക്ക് കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ, ഓഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡയലോഗ് കൃത്യമായിട്ട് ഇല്ലെങ്കിൽ അഭിനേറ്റർ കുഴയും.
അത് ചെയ്യാറുണ്ട്. പപ്പൂട്ടൻ ഒരു രക്ഷയില്ല, പപ്പൂട്ടൻ കൈ തൊട്ടുള്ളായി. അന്ന് ഓഡിയോ അത് എടുക്കാൻ നേരത്തെ പപ്പുവേട്ടന്റെ ആ. ഈ പിന്നെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേര് ഓർമ്മയില്ല. പി ജി വിശ്വംഭരൻ ചേട്ടൻ ഡയറക്ട് ചെയ്തതാണ്. ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് ഒരു വയ്യാത്ത കഥാപാത്രമായിട്ട് വരികയും ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. കറക്റ്റ് ഈ പപ്പുവേട്ടന് ആ ജനറേഷനിലുണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ഈ പപ്പുവേട്ടനും ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്യുന്ന ആളാണ്. ആ ഇമ്പ്രൂവൈസേഷൻ കപ്പാസിറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഒരുപാട് പേർക്കില്ല. എല്ലാവർക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേർക്കില്ല. അന്ന് വരുന്ന അതല്ല സുഹാസിനി ഇവിടെ കൂടെ അഭിനയിച്ചിട്ട് മദ്രാസിൽ എന്ന് പറഞ്ഞ കാര്യം ഇതാണ്, മലയാള സിനിമയിൽ പോയി അഭിനയിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരു പോസ്റ്റ്മാനായിട്ട് എഴുത്തുകൊണ്ട് വരുന്ന വരെ ടാലന്റഡ് ആണ്. അല്ല, ഇംപ്രവൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞാലേ ഇത് ഇവര് ഭയങ്കര ഗ്യാരണ്ടി ഉണ്ട് സംവിധായകനെ. ഇപ്പൊ അതങ്ങ് ചെയ്ത് ഈ സംവിധായകൻ എഴുതിയതിന്റെ മീറ്ററിൽ ചെയ്തു പോവാന്ന് പറയുന്ന രീതിക്ക് അപ്പുറം ഇവരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാല് എന്തെങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പാണ്. ഉറപ്പിലുണ്ടല്ലോ. ഇപ്പം പറഞ്ഞില്ലേ, പ്രിയൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, പടം എഴുതിയിട്ട് എഴുതാന്ന് പറഞ്ഞത്. ആ സീനിന് കൂടുതലും കൊഴുപ്പ് കിട്ടും. എല്ലാ ആർട്ടിസ്റ്റും കൂടെ അങ്ങ് പക്ഷെ അന്നത്തെ ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ പപ്പുവിന്റെ കൂടെ നിൽക്കുന്നത് ജഗതി, മാള, പൂജപ്പരവി, ഇതെല്ലാവരും ആയിരിക്കും കോമ്പിനേഷൻ സീക്വൻസുകൾ. അപ്പം ഒന്നിനൊന്നും മെച്ചമായിട്ട് അഭിനയിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ പ്രിയദർശനോട് ഞാൻ പറഞ്ഞാണ് അടുത്ത കാലത്തൊരു ഇതുപോലൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾ ആർട്ടിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു, അതുപോലത്തെ ചെയ്യാം. പപ്പുവേട്ട ഇല്ല, ജഗതി ഇല്ല. ഞാൻ എങ്ങനെ പേന എടുക്കും? ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയും ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു ഇത് ചെയ്യാനായിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഉയർഞ്ഞ നാടാകെ പറഞ്ഞ സിനിമ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, മോഹൻലാൽ ഉണ്ടല്ലോ, മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ, അത് വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട്ടിലെ ഷൂട്ടിങ്. ഈ പപ്പോട്ടൻ അതിനിടയിൽ അപ്പുറത്ത് വേറെ ആർക്കോ കോൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പോട്ടനെ കാണാതെയാവും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട മൊത്തമാണ്. ഭയങ്കര ചൂടാണ്. ഷൂട്ടിങ് സമയത്ത് ഞാൻ കുറച്ച് ടെൻഷനാണ്, ഭയങ്കര ചൂടാവുന്ന ആളാണ്. ചീത്ത പറയുകയൊക്കെ ചെയ്യും പപ്പോട്ടനെ കാണില്ല. പക്ഷേ കറക്റ്റ് ഷോർട്ട് റെഡി പറയുമ്പോൾ കറക്റ്റ് ഡയലോഗ് പഠിച്ച് കറക്റ്റായി വന്നിട്ടുണ്ടാവും. അത് വരുന്ന വഴിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറെ പിടിച്ച് നിർത്തിയിട്ട് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് ഞാൻ റെഡിയാണ് മോനെ, ഡയലോഗ് ഉണ്ട്, ഞാൻ പറയട്ടെ എവിടുന്ന് കിട്ടിയത്. പക്ഷെ മനോഹരമായി ചെയ്യുന്നത്. പിന്നെയാണ് എൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞു തുടങ്ങി, ചന്ദ്രേട്ടാ അവിടെ അപ്പുറത്ത് വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയമ്മോട് ഓടി വരുന്നതാണ് കള്ളന്ന്. മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമ വളരെ ഭാഗ്യമുള്ള സിനിമയാണ്. എന്താ കാരണം വെച്ചാൽ പപ്പുവേട്ടൻ, ശങ്കരാടി സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ നെല്ലിക്കോട് ഭാസ്കരൻ ചേട്ടൻ, അങ്ങനെയുള്ള ക്യാരക്ടർ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും നാടകത്തിൽ നിന്നും വന്നവരും ആണ്. നമുക്ക് സിനിമയെ സംബന്ധിച്ചുള്ള നായകന്മാരും നടന്മാരും ഒരുപാടുണ്ടാവും. പക്ഷേ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് ക്യാരക്ടർ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളവർ കൂടുതൽ കാലം നിലനിൽക്കും. അത് മലയാള സിനിമയുടെ ഭാഗ്യവുമാണ്. അല്ല, അത് പ്രിയൻ സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. കാരണം അദ്ദേഹമാണല്ലോ ഇവിടുന്ന് ഒരുപാട് സിനിമകൾ ഹിന്ദിയിൽ കൊണ്ടുപോയി റീമേക്ക്. അപ്പം ഇവിടെ വളരെ സക്സസ്ഫുൾ ആയി ഓടിയൊരു പടം അവിടെ കൊണ്ട് റീമേക്ക് ചെയ്യുമ്പം ഇതേ പവറിൽ ചെയ്യാൻ മാത്രമുള്ള ആക്ടേഴ്സ് ഇല്ല. ഹീറോ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഈ ചെറുകിട വേഷങ്ങൾ ചെയ്യുന്ന നല്ല ആർട്ടിസ്റ്റുകൾ ഇല്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം എത്രയോ വർഷം പോയി തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള. പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ പറഞ്ഞ ആക്ടേഴ്സ് ബാലങ്കേ നായർ, ഇവരൊക്കെ ഒപ്പോട്ടൻ, ഈ സുരാസു, ഇവരൊക്കെ നാടകത്തിൽ നിന്ന് വന്നവരാണ് പറയുന്നു. ഇവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഇവർക്ക് സിനിമയുടെ ലിമിറ്റേഷൻ അറിയില്ല. ഇവർ വളരെ റിയൽ ആയിട്ടാണ് ചെയ്യുന്നത്. ബാലങ്കേ നായരൊക്കെ ഉയർന്ന നാടകം അഭിനയിക്കുമ്പോൾ ആ നായികയുടെ മുടി പിടിച്ച് എടുത്ത് ഒരു 5 റീടേക്ക് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇവിടെ കഷണ്ടിയായി, മുടി മുഴുവൻ പറിച്ചെടുത്തു. അടിച്ച അദ്ദേഹത്തെ കൊണ്ടിരിക്കും. നെല്ലിക്കോട് ഭാസ്കർ അങ്ങനെ തന്നെയാണ്. ഉമ്മാച്ചു, ഞാൻ ആദ്യത്തെ സിനിമ വരയ്ക്കുമ്പോൾ ഉമ്മാച്ചുല് മായൻ പറഞ്ഞ മധുസാറിന്റെ കഥാപാത്രം നെല്ലിക്കോട് ഭാസ്കരനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്നുണ്ട്. പറയണു മധുസാറ് വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ, ഭാസ്കരൻ ഞാൻ ഇങ്ങനെ കുത്തും, നിങ്ങൾ ഇങ്ങനെ കിടന്നു. ഒക്കെ ശരി. കറക്റ്റായിട്ട് ഷോട്ടിൽ കറക്റ്റായിട്ട് കത്തി കുത്തി കൈ കൂടെ ഇറക്കി കൊടുത്തു. കറക്റ്റായിട്ട് നെല്ലിക്കോട് ഭാസ്കരൻ കൈ വെച്ച് കൊടുത്തു. അന്ന് ഒറിജിനൽ കത്തിയാണ്, ഡമ്മിയൊന്നും ഇല്ല, കത്തി ഇറങ്ങിപ്പോയി. നെല്ലിക്കോട് ഭാസ്കരനൊക്കെ ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റുകളാണ്. അത്ര സിൻസിയറും ഡെഡിക്കേറ്റഡ്. അവര് വേറെ നോട്ടില്ല, ആ റോളായി മാറുകയാണ്. അത് ലിമിറ്റഡ് സിനിമയാണ്, അതൊന്നും അവർക്ക് അറിയില്ല. പൊപ്പോട്ടിനൊക്കെ വിട്ടാൽ ഈ പറഞ്ഞ പോലെ അയച്ചു വിട്ടാൽ അങ്ങോട്ട് കാട് കയറി പോവെങ്കിലും എന്തൊക്കെയാ ചെയ്യുന്നില്ല, കൈയും കാലൊക്കെ കേടുവരുത്തും. രസമുണ്ട് ഈ കാട് കയറി പോകുന്ന പറയുന്നത്. അതാ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബിൽ എടുത്ത് പുതിയ ആൾക്കാരാ ഇതിൽ നോക്കുക, പൂച്ചക്ക് ഒരു മുഖത്തിൽ ഓട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ തല മിന്നാരത്തില് ഒരു അധ്യാപകൻ, വളരെ കുറച്ച് സീനുകളല്ലേ ഉള്ളൂ.
ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും പുള്ളി പറയുന്നുണ്ട് ഭാരതം ബിരിയാണിയുടെ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ തേന്മാവിൻ കൊമ്പത്തിലെ ആ ക്യാരക്ടർ, ആ അയ്യോ സൂപ്പർ ക്യാരക്ടർ അല്ലേ ആ. അത്. അതിന്റെയൊക്കെ കാര്യം ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ആ സിനിമയില്. ആ. വളരെ കുറച്ച് സീനുകളിലുള്ള കഥാപാത്രങ്ങളിലാണ് ടാക്സി കുറച്ച് നേരം മാത്രമുള്ള കഥാപാത്രങ്ങളാണ് ഇവർ ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുള്ളത് പപ്പോട്ടൻ ഹ്യൂമർ മാത്രമല്ല, സീരിയസ് എല്ലാം ചെയ്യും. ആയിട്ട് അപ്പൊ ഇവര് ഈ പപ്പോട്ടൻ, പട്ടൻ സദൻ, അറൂപ് ഭരതൻ ഇവരൊക്കെ ഡോക്ടർ ഭാഷന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകരാണ്. തീരം. അപ്പൊ വരുമ്പോൾ ഇവർക്കൊക്കെ അറിയാം. അപ്പൊ വരുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ പപ്പോട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല അടുത്ത മാസം വാടക കൊടുക്കാൻ കാശില്ല, അപ്പൊ നമുക്കൊരു സിനിമ തുടങ്ങണ്ടേ. അതിനാണ് സിനിമ തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ ഭാഷന് അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെയാണോ, എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ കഥ എന്നാ നീ ഇങ്ങനെ ചന്ദ്ര ഇതെങ്ങനെ ചെയ്യാട്ടോ, നമുക്ക് സത്യനെ വിളിക്കൂ, ഇത് കോപ്പി എടുക്കാൻ പറയൂ. സത്യൻ അവിടെ ഉണ്ട്, സത്യൻ എൻ്റെ അസിസ്റ്റൻ്റാണ്. സത്യൻ സീൻ എഴുതി തുടങ്ങും, ഡോക്ടർ പറയുന്നു, സത്യൻ കോപ്പി എടുക്കുന്നു, അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഈ സത്യനന്ദിക്കാടാണ് കേട്ടോ ഡയറക്ടർ. അതെ അല്ല പറയണേ, എന്റെ കൂടെ 15 കൊല്ലം എന്റെ വീട്ടിൽ താമസിച്ച എന്റെ ശിഷ്യനായി വളർന്നുകൊണ്ട് ഞാൻ സത്യം അല്ല അത് പിടിച്ചോളൂ. ഞാൻ ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അല്ലേ സത്യനൊക്കെ പറഞ്ഞ ചന്ദ്രേട്ട കുമാർ സാറൊക്കെ വന്നിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം സിനിമയിലുണ്ട്. എനിക്ക് എന്റെ ഇപ്പോഴും മറക്കാൻ സീനിയറാണ്. പറ്റുന്നത് രാജപരമ്പര പറഞ്ഞ സിനിമയ്ക്ക് ആ. ബാലുക്കിരി അതിൽ കൊണ്ടിട്ടും പൊപ്പൊക്കെ ഉണ്ട്. അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ണൂർ വരുന്നു. ആ. ഈ KPC പിള്ള പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. കിടക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ അടുത്ത് ഒരു ദിവസം വന്നു പറഞ്ഞു, ഈ പിള്ളയുടെ റൂമിൽ കിടക്കാൻ പറ്റില്ല കേട്ടോ. ആ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ ഞാനും പപ്പുണ്ട് പിള്ള രാത്രി ഭയങ്കരമായിട്ട് കഴുത്ത് പിടിച്ച് നിലവിളിക്ക് വെച്ചു. കഴുത്ത് പിടിച്ച് നിലവിളിക്കേ എന്നിട്ട് ഞാൻ പപ്പോട്ടം പറഞ്ഞു ഇവനെന്താ വട്ടാണ് കേട്ടോ, ഇവനെ ഉടനെ ട്രിവാൻഡ്രത്തേക്ക് പറഞ്ഞു വിടണം എന്നൊക്കെ പപ്പോട്ടം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് പാക്കപ്പായി. ഇപ്പൊ പിള്ളച്ചേട്ടൻ കണക്കുകൾ തീർന്നിട്ടില്ല പറഞ്ഞിട്ട് കണക്ക് എഴുതാൻ വേണ്ടി ഒരു റൂം മാത്രം ബാക്കി വെച്ചപ്പോ എന്റെ റൂമിൽ വന്നിട്ട് ഇരുന്ന് പിള്ളച്ചേട്ടൻ കണക്കുകൾ എഴുതണം. കണക്ക് എഴുതുന്ന സത്യൻ കട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാനും കുറെ ഇയാൾ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാനും കിടന്നുറങ്ങി. രാത്രി അയ്യോ നിലവിളിക്ക് വെക്കുകയാണ്. അപ്പോ എന്റെ മനസ്സിൽ ബാലുക്കേസ് പറഞ്ഞു വരുന്നതാണ് പിള്ളച്ചേട്ടൻ രാത്രി നിലവിളിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണുമൂടി കിടന്ന് മനസ്സിലെപ്പിച്ച് ചോദിച്ചാൽ പിള്ളച്ചേട്ടനായിരിക്കും നിലവിളിക്കുന്നത്. സത്യന് ഇത് അറിയില്ല. സത്യൻ എന്നെ വിളിച്ച് ചന്ദ്ര ആരോ കഴുത്ത് പിടിച്ച് നിലവിളിക്കുന്നുണ്ട്, ആരോ കൊല്ലുന്നുണ്ട്, ഒന്ന് എഴുന്നേക്ക് സത്യൻ എന്നോട്. ഞാൻ പറഞ്ഞു ഏയ് അതൊന്നുമില്ല സത്യം, ഉണ്ടാക്കിടന്നാൽ മതി. അല്ല ചന്ദ്ര എഴുന്നേക്ക് ചന്ദ്രൻ പറഞ്ഞാലും മനസ്സിലായില്ല. എന്നിട്ട് സത്യനെ ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് താഴത്ത് പിള്ളച്ചേട്ടൻ അവനെ വിളിക്കാൻ പിള്ളയാണ് കഴുത്ത് കൈവച്ചിട്ട് സ്വയം വെച്ചിട്ട് വിളിക്കുന്നത്. സത്യന് ഒറ്റ ചാട്ടാണ് വീടി മേലെ വീണിട്ട്. അയ്യോ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് ഒരു തരം എന്താ പറയുക, നമ്മൾ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്നാൽ ഡോറിൽ കൂടെ തണുത്ത കാറ്റടിച്ചാൽ ബ്രെയിനിലേക്കാണ് തട്ടുന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സെൽസ് കുറച്ച് ഇതാവുമ്പോൾ അവിടെ ഒരു വേരിയേഷൻ വരും. അപ്പോൾ സപ്പോസ് നമ്മൾ നെഞ്ചിൽ കൈവച്ച് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ ഒക്കെ വെയിറ്റ് കൂടുമല്ലോ. നമ്മൾ അലർട്ടായിരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റേ തളർന്നു കിടക്കല്ലേ. അതിൻ്റെ കൂടെ ഇതും കൂടി വരുമ്പോൾ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം വരും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ശ്വാസം മുട്ടൽ. അപ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ കഴുത്ത് ആരോ പിടിച്ച് ഞെക്കുകയാണെന്നാണ്. അതാണ് അതിൽ നിന്ന് പിന്നെ ഒരു അലർട്ടാകുമ്പോൾ കൈ വീണ്ടും അലർട്ടാകുമ്പോൾ മാറുന്നതാണ്. ഈ നമ്മള് ശബ്ദങ്ങൾ ഡയലോഗ് ഇല്ലാതെ നമ്മളിപ്പോ രാജേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയലോഗ് ഇല്ലാതെ പറയുന്ന കാര്യം. അതിനകത്ത് ഈ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന പോലെ ഈ ലാലേട്ടൻ രഞ്ജിനിക്ക് കൊടുക്കുന്ന കത്ത് മാറി ജഗതി ചേട്ടന്റെ കൈ കിട്ടും കിട്ടിയിട്ട് കൈ കിട്ടിയിട്ട് ജഗതി ചേട്ടൻ ഈ കത്തുമായിട്ട് ജംഗ്ഷനിലോട്ട് വന്നിട്ട് എന്റെ ഭാര്യയ്ക്ക് ആരോ കത്തയച്ചു ഇന്ന് രാവിലെ അവിടെ ഗംഗയമ്പരം കോമലിൽ വരാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇന്നസെന്റ് ചേട്ടൻ പലരക്കാരനാ, പുള്ളി കണക്ക് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചോണ്ട് വരുമ്പോ ജഗതി ചേട്ടൻ വന്ന് നോക്കിയിട്ട് പേന നീയാണോടാ കത്തെഴുതിയത് എന്നൊരു ചോദ്യം. അടുത്ത വരിയിൽ ഉറപ്പിക്കും നീയാണോടാ കത്തെഴുതിയത്, നീയാണ് കത്തെഴുതിയത് എന്നും പറഞ്ഞിട്ട് ഇവര് തമ്മില് ഭയങ്കര ഇടി. അപ്പൊ ആ തെരുവിൽ കിടന്ന് ഇവർ ഇടി കൂടുമ്പം ഈ പപ്പുച്ചേട്ടൻ പിടിച്ചു മാറ്റാൻ വരുന്നത് പപ്പുച്ചേട്ടൻ ഒരു അനാവശ്യമായിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നിന്റെ സീനിയർ ഓഫീസറാണ് പറയുന്നത് കൈവിടെന്ന് പറയും. അപ്പൊ ഈ സീനിയർ ഓഫീസർക്കൊന്നും ഇടിയിൽ റോട്ടിലൊരു റോളില്ലല്ലോ. ഒരു തമിഴൻ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അയ്യാ ഏതാ അവിടെ തല്ലിയ ചാവട്ടും എന്ന് പറഞ്ഞ എന്തൊരു തമിഴ് പറയുന്നുണ്ട്. എന്റെ പപ്പുച്ചേട്ടൻ പോണ തമിഴ എന്നും പറഞ്ഞിട്ട് ഇയാളുടെ സീനിയർ ഓഫീസർ കേൾക്കാത്തന്നെ പറഞ്ഞു എന്തോ കുറെ അപശബ്ദം ഉണ്ടാക്കിയിട്ട് ഡബിങ്ങിന് ഇട്ടതാന്ന് തോന്നുന്നു പോള തമിഴ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ നമ്മുടെ IV ശശിയേട്ടൻ, പ്രിയദർശൻ, PG വിശ്വംഭരൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചു പേര് പപ്പുവേട്ടനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും
അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനോട് രാജു യോജിക്കുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നുന്നില്ല. കാരണം അറിയാം, ആ. ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ. അതിലൊന്നിലും ഒരു ഫ്രെയിം പോലും പാഴായിട്ട് കണ്ടിട്ടില്ല. പുള്ളി എല്ലാം കിട്ടിയതൊക്കെ പൊലിപ്പിച്ച് ഗംഭീരമാക്കി. ഒരു സീനാണെങ്കിലും ഒരു സീനാണെങ്കിലും. അതുകൊണ്ട് ഇപ്പൊ എത്രയോ വലിയ ഗ്രേറ്റ് ആക്ടേഴ്സിന് അവാർഡ് കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല. പക്ഷെ അവര് നിക്കത്തില്ല എത്രത്തോളം. അത് സത്യമാണ്. അല്ലേ? വന്നപ്പോ തൊട്ട് അദ്ദേഹം പോകുന്ന കാലം വരെയും പുള്ളി പിന്നെ പപ്പോട്ടൻ സിനിമയിലുണ്ട്. ഉണ്ടാക്കിയ ഒരു റെക്കോർഡ് ഉണ്ട് മദ്രാസിൽ. ആ റെക്കോർഡ് ഇപ്പോഴും മദ്രാസ് കോർപ്പറേഷനിൽ കിടക്കുകയാണ്. എന്താ വെച്ചാൽ ഈ പട്ടം സദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടം സദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത്. ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും. അപ്പോൾ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദന്റെ വീട് ഏതാണ്. പപ്പോട്ടൻ ചോദിച്ചിട്ട് അവർ ചീത്ത പറയും, അയാളുടെ വീട് അയാളല്ല വണ്ടി ഇരിക്കണം, അയാൾക്ക് വീട് അയാൾക്ക് അറിയില്ലേ. അത് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. പപ്പോട്ടിന് മലയാളം അറിയില്ല, തമിഴല്ല. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ ചീത്ത കേട്ടിട്ടാണ് അവിടെ കൊണ്ട് ഇറക്കുക. അവസാനം പപ്പോട്ടിന് ഒരു തീരുമാനത്തിലെത്തി, ഇനി നാട്ടുകാരെ തല്ലുകൊള്ളാൻ പറ്റില്ല, ചീത്ത പോലെ. അതുകൊണ്ട് എൻ്റെ സീറ്റിൻ്റെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം, സദൻ സ്ട്രീറ്റ് എന്ന് എഴുതി വെച്ചു. ഇപ്പൊ കോർപ്പറേഷനിൽ അത് റെക്കോർഡാണ് സദൻ സ്ട്രീറ്റ്. അതെ, സദൻ സ്ട്രീറ്റ് ഉണ്ട്. പിന്നീട് ഓട്ടോറിക്ഷക്കാരൻ മദ്രാസിൽ സദൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന വടപഴനിയിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അത് ഈ പപ്പുച്ചേട്ടൻ എഴുതി വെച്ചാണ്. പപ്പോട്ടൻ എഴുതി വെച്ചാണ്. എന്ത് വാർത്തകൾ. അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. കോർപ്പറേഷനിൽ സദൻ സീറ്റ് ഉണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കോർപ്പറേഷൻകാർ വന്ന് നോക്കിയപ്പോ ഈ സ്റ്റേറ്റ് പേരെന്നാ, ഇത് പേര് സദൻ സ്ട്രീറ്റ്. ഓക്കെ, അതിൽ റെക്കോർഡിലാക്കി സദൻ സീറ്റായി. ഈ വീട് പട്ടൻ സദൻ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി വീട് അറിയാത്തോണ്ട് എഴുതി വെച്ചതാണ്. പപ്പോട്ടന് ഐഡിയ കൊടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയിട്ട് അവിടെ കുത്തി വെച്ചിട്ട് പോയതാണ്. അതിപ്പോ പിന്നെ ആട്ടോക്കാരൻ തന്നെ സദൻ സീറ്റിന് ബോർഡ് എടുക്കുന്ന ഇടത്തിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ പോയിട്ട് അത് സദൻ സീറ്റ് കോർപ്പറേഷനിലെ റെക്കോർഡിലായി. ഓ, ഇതൊക്കെ വൻ ചരിത്രം കേട്ടോ. പേരുണ്ടായ കഥയാണ് പറയുന്നത്. നമുക്കിപ്പോ പപ്പുച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ജോസ് തോമസ് സാർ. ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു, ഞാൻ കോടീശ്വരൻ. അതിലാണ് പപ്പുവേട്ടൻ എൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത്. അതിലൊരു ഭ്രാന്തനായ കഥാപാത്രമായിട്ടാണ്. ഒരു പലിശക്കാരനായിരുന്നു, പിന്നീട് ഭ്രാന്തായി മാറുന്നു. ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ, ഒരു മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ആവുന്നു. അവിടെ ഇന്നസെൻ്റ് ചേട്ടൻ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട്. അതിനുശേഷം ഭ്രാന്തിലേക്ക് മാറുന്നു. അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയന്നോടി. അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ ഹാൻഡ് ഹെൽഡായിരുന്നു, കയ്യിലായിരുന്നു, പുറകെ ഓടുന്നു. അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളൊക്കെ വലിച്ചെറിഞ്ഞ്, അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പപ്പുവേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരോട്ടം പപ്പു. ചിലപ്പോ ഈ പറഞ്ഞ ഓട്ടം ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ചില റിയാക്ഷൻസിലൂടെ കാര്യങ്ങൾ കാണിക്കുന്നതിനകത്ത് മൃഗയ എന്ന് പറയുന്ന സിനിമയില് ഈ പുലിയെ ആദ്യം കാണുന്നത് പപ്പുവേട്ടനാ. അദ്ദേഹം പുറത്തിറങ്ങിയൊരു കുറ്റിക്കാട്ടിലോ മറ്റേ ഇരിക്കുമ്പോഴാണ് വീടിന്റെ മേളില് ഈ പുലിനെ ആദ്യമായിട്ട് കാണുന്നതും ഒച്ചയെടുത്ത് ആ നാട് മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്യുന്ന കാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ റിവീൽ ചെയ്ത് കേട്ടു, മണിച്ചിത്രത്താഴിലാകെ ഈ നാഗവല്ലിയായ അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഈ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആളാണ്. അതാണ് പുള്ളിക്ക് പിന്നെ സെൻസ് ഇല്ലാതെ ചെമ്പരത്തിപ്പൂവായിട്ട് ഈ സിനിമകളിൽ നടക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ രസമുള്ളതും നേരത്തെ നമ്മൾ പറഞ്ഞു പോയി കിങ്ങിലെ സ്വാതന്ത്ര്യ സമരനെ പോലുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടെ എത്രയോ കഥാപാത്രങ്ങളാണ്. അല്ല, മഴ പെയ്യുന്ന മത്തളം കൊണ്ടൊന്നും വർക്ക്. അപ്പൊ അതിനകത്ത് പപ്പുവേട്ടനെ കാരനെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തനാണ് ഞാൻ. മറ്റേ വലിയ ഷാൻലിയർ തലയിലിടാൻ. ഷാങ്ലിയർ എന്ന് വെച്ചാൽ ആ ഷാങ്ലിയർ ആർട്ട് ഡയറക്ടർ കൃഷ്ണൻകുട്ടി ഉണ്ടാക്കിയതിന് തന്നെ എൻ്റെ 40 കിലോ വരും. കാര്യം വളരെ ഗംഭീരമായിട്ട് ഒരു കൊട്ടാരത്തിനകത്ത് കെട്ടുന്നില്ല സംഭവം. പപ്പുവേട്ടനും പേടി, എനിക്കും പേടി. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇതുണ്ട്, ഇതൊക്കെ കെട്ടാനുള്ള റോപ്പുണ്ട്. അതിന് വയറെന്ന് പറയുമ്പോൾ വയർ സംഭവം ഉണ്ട്. അത് നമുക്ക് മായ്ക്കുകയും ചെയ്യാം. അന്നത്തെ കാലത്ത് മായ്ക്കാനേ പറ്റില്ല. അത് ഈ സൈക്കിളിൻ്റെ ബൗഡൻ പോലെയുള്ള ഈ മോട്ടോർ ബൈക്കിൻ്റെ ബൗഡൻ പോലുള്ള ഒരു കമ്പിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടി വീഴുമ്പോഴത്തേക്കും പപ്പുവേട്ടൻ മാറണം.
എൻ്റെ അതിലേ കൂടെ ഒക്കെ വിടുന്നില്ലേ, നമുക്കെല്ലാം പേടിയായിരുന്നു. ഈ കമ്പി മായ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്തൊക്കെയാണ് ഈ കമ്പി വരുന്നത്. ഒരു കാറിൻ്റെ ബ്രേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് വണ്ടി ഇടിച്ച ദിവസം ഞാനാ തെറിച്ചു പോകുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ കമ്പി ഇതിൽ തൂക്കിയിട്ട് വീല് കയറുന്നില്ല. അപ്പോഴത്തേക്കും പപ്പുവട്ടൻ ജഗതി രണ്ടുപേർക്കും ഉള്ള ഗുണമെന്ന് പറയാം. അവനൊക്കെ പേടി, ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ കമ്പി വെച്ചിട്ട്. ജഗദീഷിനെ നമ്മുടെ വന്ദനം എന്നുള്ള പടത്തിൽ കമ്പി കെട്ടിയിട്ട് കമ്പി ഒരു 20 അടി പോയപ്പോഴത്തേക്കും കമ്പി പൊട്ടിപ്പോയ താഴെ വീണു. ഭാഗ്യം തൊലിക്കട്ടിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അയാൾ. ഒരു കുഴപ്പമൊന്നും വേറെ ഒന്നും വന്നില്ല, രക്ഷപ്പെട്ടങ്ങ് പോയി. പപ്പൂട്ടിന് പേടിയില്ല, അതിൽ ജഗദീഷ് കുമാറിന് പേടി. എനിക്ക് പേടിയാണ്. കാര്യം ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സേഫ് അല്ലേ, നമുക്ക് ഇവിടെ നിന്ന് കമ്പി അവിടെ നിന്ന് റോപ്പ് എത്ര ഹൈറ്റിൽ പോകണം, അന്ന് അങ്ങനെയല്ലേ, ഈ കമ്പിയിലാണ്. അപ്പോൾ ആ സീനൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അയ്യോ, ഞാൻ ഇന്നലെ അവനോട് ഞാൻ സീനൊക്കെ എങ്ങനെയാണ് ബാംഗ്ലൂർ റോട്ടിൽ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഷാൻഡിയറിന്റെ സീൻ, ഈ ജഗദീഷന്റെ സീനൊക്കെ ഇപ്പൊ പറഞ്ഞു നോക്കി, റെസിഡൻസിലായിരുന്നു അന്നത്തെ ആ ഒരു ചേസൊക്കെ റോട്ടിൽ, ഒറിജിനൽ റോട്ടിൽ നിങ്ങൾ ഇത്രയും വലിയ ക്യാമറ സെറ്റപ്പുകളും വെച്ചിട്ട് ഈ ഒരു സേഫ്റ്റിയും ഇല്ല. എന്നിട്ട് ഫൈറ്റർ വന്നിട്ട് പറഞ്ഞു, ജഗദീഷ് പറഞ്ഞു ഈ പോയി മറ്റേ ഇടിക്കുന്നില്ല, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ പോണ വഴിക്ക് കമ്പി പൊട്ടി നട റോട്ടി വീണു. കാണിച്ചു തരാൻ പോയ ഫൈറ്റർ. മഴ പെയ്യുന്നു മത്തളം കൊട്ടുന്നൂല് അവസാനം ഈ രാജചേട്ടൻ മുറിക്കാൻ മുമ്പ് അപ്പുച്ചേട്ടൻ പിടിച്ച് കൂട്ടത്തിൽ നിർത്തും നിങ്ങളെ. കൂട്ടത്തിൽ നിർത്തും, ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോ ഫോട്ടോ എടുക്കുക. എന്റെ നിലയിലാണ് വീണത്. അതിനകത്തൊരു ഓട്ടം ഉണ്ട് ലാസ്റ്റ് എല്ലാരും കൂടെ, ഈ അമ്പിളിച്ചേട്ടന്റെ കുറക്കിൽ കൂടെ ഒക്കെ ചവിട്ടിക്കൊണ്ട് ഓടുന്നത്. അവിടെ തന്നെ എടുത്തത് എല്ലാരും കൂടെ ഭയങ്കര ഒരു ഓട്ടമുണ്ട്. സർദാർ കോമക്കുറുപ്പ്, അയ്യോ അതൊക്കെ ഗംഭീരം. അവരുടെ തമ്മിലുള്ള ക്ലബിലെ ഫൈറ്റ്. ജഗതി രണ്ടുപേരും ഇവർ തമ്മിലാണല്ലോ കട്ടയ്ക്ക് നിൽക്കുന്ന ആ സിനിമ അല്ലേ. ജഗതി ചേട്ടൻ തിരുവനന്തപുരം ഭാഷയും ഇത് കോഴിക്കോട് ഭാഷയും ഇവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. കറക്റ്റ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും പപ്പോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങാടിയിലെ പപ്പോട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പോട്ടിന് ആദ്യം ഹ്യൂമർ അതിനകത്ത് ചെയ്തിരിക്കുന്ന മുഴുവനും, ആ പാട്ടടക്കം. പിന്നെ അങ്ങോട്ട് സീരിയസ് റോളായത്. കാരണം ലാസ്റ്റ് ആ ഒരു കുത്തിക്കൊല്ലുന്ന വരെയുള്ള, അതുപോലെ തന്നെ അവളുടെ ഏറ്റവും സീരിയസ് റോൾ. ശശിയേട്ടന്റെ അല്ല, എനിക്ക് മലയാള സിനിമയ്ക്ക് അറിയാത്തൊരു കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. ഞാൻ അറിയുന്നത് ഈ സുകുമാരൻ ആദ്യം അവാർഡ് സിനിമയുടെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല, അവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പടം കിട്ടിയത്, ശംഖുപുഷ്പം, ബേബി ചേട്ടൻ്റെ. അപ്പോൾ അതിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായി. സുരാസുവാണ് സ്ക്രിപ്റ്റ് ചെയ്ത്, ആ പടം നന്നായി ഓടി. പക്ഷെ അത് കഴിഞ്ഞിട്ടും സോമേട്ടനല്ലേ അതിനകത്ത് ശംഖുപുഷ്പത്തിൽ? സോമേട്ടന് വിജയൻ, മറ്റേ മീശ വിജയൻ. അപ്പോൾ അതില് സുകുമാരന് നല്ല റോളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സുകുമാരന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നിട്ടും റോളൊന്നും പിന്നെ ഒന്നും ആരും വിളിക്കുന്നില്ല, പ്രൊഡ്യൂസർ വെറുതെ ഇരിക്കണം. അപ്പോൾ നൈജീരിയയിൽ ഒരു കോളേജ് ലെക്ചറർ പോസ്റ്റ് ഇട്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ പപ്പുവട്ടൻ സുകുമാരനെയും വിളിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നു. എൻ്റെ റൂമിൽ വരുമ്പോൾ പറഞ്ഞു, ചന്ദ്ര മോനെ ഒരു കാര്യം ഉണ്ട്, ബനൊക്കെ ഇവിടെ കുറേ കാലം നടന്നു, ഈയൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? പുള്ളി ഇങ്ങനെ കോഴിക്കോട് സ്റ്റൈലില്ല പറയാ, എന്താ കാര്യം? ഓനിതാ എല്ലാം പെട്ടിയൊക്കെ എടുത്ത് നാളെ പോവാണ് സാർ നൈജീരിയക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി. അപ്പോൾ സുകുമാരൻ പറഞ്ഞു, അല്ല ചന്ദ്രൻ നിന്നും പട്ടിണിയാണ്, ഒരു രക്ഷയില്ല, ഞാൻ പോവുക. അപ്പോൾ ഞാനും ആലോചിച്ചു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്നെ പപ്പോട്ടും മാറ്റി നിർത്തി പറഞ്ഞു, ഡാ നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ, ചെയ്യടാ, അവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലടാ, രക്ഷപ്പെടുത്തണ്ടടാ, അത് ഇത് എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഒരു കാര്യം, സുഹൃത്തെ എപ്പോഴും പോകണം, ടിക്കറ്റ് എടുത്തിട്ടില്ല, അടുത്ത ആഴ്ച പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണ്ടായി, പപ്പോട്ടാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത പടം അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, RS പ്രഭുവാണ് പ്രൊഡ്യൂസർ. സോ അതിൽ വിൻസെൻ്റാണ് നായകൻ. ഞാൻ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് സുകുമാരനെ ഇടിയിപ്പിക്കാം. വിൻസെൻ്റ് എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാണ്, എൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സുകുമാരേട്ടൻ്റെ വിഷമം കണ്ടപ്പോൾ കുതിരവട്ടം പപ്പു അത്ര കാര്യമായിട്ട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യടാ, രക്ഷപ്പെടുത്തണടാന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് പ്രഭു സാറോട് സംസാരിക്കട്ടെ പറഞ്ഞു. ഞാൻ ഇപ്പം സുകുമാരനോട് പറയണ്ട, നാളെ പറയാം. അങ്ങനെ പ്രഭു സാറിനോട്, സാർ നമുക്ക് ഈ പടത്തിൽ നമുക്ക് സുകുമാരനായിട്ടില്ലേ, സുകുമാരൻ സ്റ്റണ്ടും പാട്ടും ഒക്കെ ചെയ്യോ, സുകുമാരൻ വേണോ? ഇല്ല സാർ, ചെയ്യിക്കാൻ പറ്റും തോന്നുന്നു, ചന്ദ്രൻ്റെ ഇഷ്ടം, ഞാൻ റിസ്ക് എടുക്കില്ല എന്ന് പ്രഭു സാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് സുകുമാരേട്ടനോട്, സുകുമാരേട്ടാ ഒരു കാര്യമുണ്ട്, ഞാനൊരു പടം തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, സുകുമാരൻ അവാർഡ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള പാട്ട് പാടില്ല എന്നും പറഞ്ഞാൽ നടക്കില്ല, 4 പാട്ട് പാടണം, 4 സ്റ്റണ്ടും ചെയ്യണം. സൗകര്യം? അയ്യോ ആശാന, അതൊന്നും എനിക്കറിയില്ല, സ്റ്റണ്ടൊന്നും ചെയ്യാറില്ല, ഞാനെങ്ങനെ ആശാന ഈ പാട്ടൊക്കെ പാടാൻ പറ്റുക? ഞാൻ പാടിയേ പറ്റൂ, സിനിമയിൽ നിൽക്കണമെങ്കിൽ പറ്റുള്ളൂ, സൗകര്യം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു തന്നാൽ വേണമെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അഗ്നിവ്യൂഹം സിനിമ ചെയ്തു. ആ പടം 100 days ഓടിയെന്ന്. ഓ. പിന്നെയാണ് സുകുമാരൻ സിനിമാ രംഗത്ത് തുടരുന്നത്. പിന്നെ എൻ്റെ തന്നെ ഏതാണ്ട് 27-30 സിനിമകൾ വെച്ചാൽ അപ്പം ഇന്നും സുകുമാരൻ പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്താ അറിയോ? അന്ന് ആ പപ്പോട്ടൻ്റെ വാക്കാണ് ഞാനിവിടെ നിൽക്കുന്നു ഇപ്പോൾ എന്നാണ്. ഒരു അന്വേഷണാത്മകമായി പപ്പുവേട്ടന്റെ ക്യാരക്ടേഴ്സിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ IV ശശിയേട്ടന്റെ സിനിമകളിലെ ക്യാരക്ടറുകളെല്ലാം, പ്രിയദർശന്റെ സിനിമകളിലെ ക്യാരക്ടറുകളെല്ലാം, PG വിശ്വംഭരൻ ചേട്ടന്റെ ചില സിനിമകളിലെ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള സംവിധായകരുടെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, വളരെ പ്രേക്ഷകന് ഇംപ്രസീവായിട്ട് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ. അതെല്ലാം മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ അതുപോലെ ഷാജി കൈലാസിന്റെ ആ സിനിമ പറഞ്ഞു, സ്വാതന്ത്ര്യ സമര സേനാനി, ബെസ്റ്റ് ഒരു ക്യാരക്ടർ. അതിന്റെ ക്ലിപ്പിങ്സ് ഇടയ്ക്കിടയ്ക്ക്, ആ പടം ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, പിന്നെ ഇതിന്റെ ക്ലിപ്പിങ്സ് യൂട്യൂബിൽ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ പപ്പോട്ടനൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി, ഒരിക്കലും മണിമല രാജു പോലും ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളുടെ എൻ്റെ അടുത്ത് ബിസിനസ്സും സംസാരിച്ചില്ല. ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ സഹായിച്ചിട്ട് വേണമെങ്കിൽ പറയാം, അത്രയുണ്ട്. പക്ഷെ പപ്പോട്ടൻ അങ്ങനെയല്ല, കാശ് വാങ്ങാനേ അറിയില്ല, കാശ് ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടില്ല. സിനിമയിൽ നിന്ന് പപ്പോട്ടൻ കാശുണ്ടാക്കി ചോദിച്ചാൽ എനിക്ക് തോന്നില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. സത്യമാണ്. പപ്പോട്ടൻ വെറുതെ അഭിനയിച്ച് തീർക്കുന്നു എന്നല്ലാതെ കാശിന് വേണ്ടി അഭിനയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തത്തമ്മ പൂച്ച ഡബിങ് കഴിഞ്ഞിട്ട് ഫുൾ എമൗണ്ട് കൊടുത്തപ്പോഴത്തേ പുള്ളി പറഞ്ഞു എനിക്ക് കുറെ നാൾ കൂടിയിട്ടാണ് ഇത്ര ഫുൾ പൈസ കിട്ടുന്നത്. ഒരുപാട് പേര് മലയാള സിനിമയ്ക്ക് പപ്പോട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് PM താജ് വന്ന് പപ്പോട്ടൻ കൂട്ടി മാളച്ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഒരുപാട് പേരെ, അങ്ങനെ വലിയൊരു നല്ല മനസ്സിന്റെ ഉടമയാണ് പപ്പോട്ടൻ. പപ്പോട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു പടമില്ലേ? പപ്പു റീമേക്ക് നേരത്തെ പറഞ്ഞ നമ്മള് നല്ല പടമായിരുന്നു. നന്നായിട്ട് ഓടുകയും ചെയ്ത പടമായിരുന്നു. സർവസുന്ദര അക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ഈ പെൺപടാന്നോ മറ്റു പേരുള്ളൊരു പടത്തിൽ പെൺവേഷമൊക്കെ കിട്ടി ഒരു പടം അങ്ങനെയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജോഷി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്രോസ്ബെറ്റ് മണി ഡയറക്ട് ചെയ്തിട്ടുള്ള പടം. ശരിക്കും ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പം ചാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് വെക്കേണ്ട ആളാണ് ഇത്. ഈ പരിപാടി വരുമ്പോഴേ സാറേ ആ പ്രദേശത്തുനിന്ന് ഇങ്ങനെ 167 പടമാകുമ്പോ എന്തുമാത്രം ലൊക്കേഷൻ, എന്തുമാത്രം അനുഭവങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങളും എക്സ്പീരിയൻസും ആയിരിക്കും. ഇത്രയും പടം ചെയ്ത വേറൊരു ഡയറക്ടർ സൗത്ത് ഇന്ത്യയിലുണ്ടോ? ഇല്ലേ. പ്രിയദർശൻ 99 പടം ചെയ്തു. ശശിയേട്ടൻ 120 ആണെന്നാണ് എന്റെ കാണാൻ. 123. ശശികുമാർ സാറ് 122 പടം. ഷാർപ്പ് ആൻഡ് പ്രിസൈസ് എന്ന് പറഞ്ഞാല് 120 ആണ്, 123. നിങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫാൽക്കെ അവാർഡെങ്കിലും കൊടുത്തൂടെ? അതിലൊന്നും കാര്യമില്ല. കേട്ടോ രാജു, ഈ പപ്പുവേട്ടന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോ പപ്പുവേട്ടന്റെ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം കോമഡിക്ക് വേണ്ടി ഗോഷ്ടി കാണിച്ചിട്ടില്ല. ഞാന് ബാസി സാറിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിന്റെ കുറെ കഥാപാത്രങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ഘട്ടം കഴിയുമ്പം അയാളുടെ സ്റ്റേഷൻ പോകുന്നതായിട്ടാണ്. റിലേ കട്ടായ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് പുള്ളി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പൂച്ചക്കൊരു മുഖത്തി, മണിച്ചിത്ര താഴെ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് നിൽക്കുന്ന സീനുകള്, ഈ നമ്മുടെ കോമക്കുറുപ്പ് സർദ അതിനകത്തെ വാശി, അങ്ങനെ ഈ അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമയിലെ ക്യാരക്ടർ അങ്ങനെ ആകുന്ന അവസ്ഥകളുണ്ട്. ബാക്കി അദ്ദേഹം അങ്ങനെയാണ്, അതിന് കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇപ്പോ ഇത് ചെറുത് പറയുന്നത് അദ്ദേഹം അങ്ങനെയാ, സ്വമേധയാ വരുന്നതാണ്. എന്റെ അങ്ങനെയാണെങ്കിൽ എന്റെ ബാക്കി പൈസ ഇങ്ങ് തന്നേക്കെന്ന് പറയുമല്ലോ രാജേട്ടനോടൊക്കെ. 2 ദിവസം മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഈ മൊത്തം ഡയലോഗ് പറയുമല്ലോ. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ റോഡ് റോളർ നന്നാക്കുന്ന ദിവസം എന്തോ ഇങ്ങനെ പുള്ളി വന്ന് അതിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചൊക്കെ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളിത് കണ്ടു നിൽക്കുക, പെട്ടെന്ന് വിളി അങ്ങനെ മാറിക്ക് തോന്നിട്ട് ഒച്ച എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒന്ന് പെട്ടെന്ന് സൈക്കിളിൽ തട്ടി വീണ് മോഹൻലാൽ ചോദിക്കും എന്ത് പറ്റി, ഒന്ന് പോറി. അപ്പൊ പുള്ളി പറയുന്ന കാര്യം അറിയാം, അത് മാറിക്ക് ഇതെങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ടായി പോയാലോ എന്നാ ചോദിക്കുന്നത്. 2 ദിവസം ആ മെക്കാനിക്കിന്റെ ക്യാരക്ടർ ഒരെണ്ണം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് വേറൊരു ആർട്ടിസ്റ്റിനെ ഇട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, വേറൊരു ആർട്ടിസ്റ്റ് ഒരിക്കലും അതിന് മാച്ച് ആവൂല. പലതവണ പറഞ്ഞല്ലോ ലൊക്കേഷനൊക്കെ ഇടയ്ക്ക് പോയി വേറെ കാര്യം. ഈ 6-ാം തമ്പുരാനിലെ കഥാപാത്രം അങ്ങനെയാണ്. മംഗലം എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് കൂട്ടത്തിൽ നിന്ന് മുങ്ങും, തിരിച്ചു വരും. ഒരുപക്ഷെ നമ്മള് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോഴും സിനിമയില് അദ്ദേഹത്തിന്റെ മകൻ ബിനു പപ്പു നമ്മുടെയൊക്കെ വലിയ സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ്. ബിനു പപ്പു നല്ല രീതിയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരിക്കും നമ്മുടെ എപ്പിസോഡിൽ വരാമെന്ന് ഏറ്റിരുന്നതാണ്.
മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് മാറി, മഴ കാരണമൊക്കെ മാറി, അതിന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹവും അതേ കമ്മിറ്റ്മെന്റോട് കൂടി അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ ഞാൻ വരാൻ ശ്രമിക്കേണ്ടതാണ്, വരേണ്ടതാണ്, പക്ഷെ മറ്റൊരു സിനിമ അതിന്റെ ഷൂട്ടിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്തായാലും സിനിമയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിലൂടെയും ഇടയ്ക്കിടയ്ക്ക് പപ്പുച്ചേട്ടനെ ഓർക്കാം. സിനിമയിലെ എത്രയോ കഥകൾ, ഒരു മദ്രാസിലെ റോഡിന് അദ്ദേഹം പേരിട്ട കഥ മുതൽ എത്രയോ സിനിമ കഥകളും സിനിമയുടെ അനുഭവങ്ങളും അണിയറയിൽ നടന്ന രസങ്ങളുമെല്ലാം നമ്മൾ ഓർത്തു. നമുക്കങ്ങനെ വീണ്ടും ഓർക്കാൻ പറ്റുന്നത് ഇതുപോലൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ കലാസബരിയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ. നമ്മൾ ബോധപൂർവം വലിയ ക്ലാസ് എടുത്തിട്ടൊന്നുമല്ല ആരും ഇരിക്കുന്നത്, പക്ഷെ പറയാൻ തുടങ്ങുമ്പം ഇത്രയധികം ഓർമ്മകൾ അദ്ദേഹത്തോടൊപ്പം സഹവസിച്ച ആളുകൾക്ക് സമ്മാനിച്ച്, ഓർമ്മകൾ സമ്മാനിക്കുക എന്ന് പറയുന്നത് ഒരാൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരാൾ സ്വാഭാവികമായ അയാളുടെ ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കുറെ നല്ല കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ അത്രയധികം നല്ല ഓർമ്മകൾ, നല്ല കഥാപാത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ, ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിരികളും മലയാളികൾക്ക് ബാക്കി വെച്ചിട്ടാണ് കുതിരവട്ടം പപ്പു എന്ന പത്മതലാക്ഷൻ എന്ന ആ അതുല്യനായ അഭിനേതാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ വന്ന ഓരോരുത്തരുടെയും, രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും കിരിയത്ത് സാറിൻ്റെയും രാജചേട്ടൻ്റെയും ചന്ദ്രകുമാർ സാറിൻ്റെയും എല്ലാം ഓർമ്മകളിലൂടെ നമ്മൾ പോയി. ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുന്നു. ഇനി ആൽബം സൈനി. തമാശയുടെ താമരശ്ശേരി ചുരം കയറിയ നടൻ, ശബ്ദവും ശൈലിയും കൊണ്ട് പല കഥാപാത്രങ്ങളെയും ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന ആരോ ഒരാളാക്കി മാറ്റിയ അതുല്യ പ്രതിഭ. ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.